Hello guys, welcome to VJ Chill Bros. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസുകളാണത്. സബോള, തേങ്ങ, കപ്പലണ്ടി, നാടൻ വീട്ടിലത്തെ മുളക്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് പകുതി, അതേപോലെ ഐറ്റംസ് മല്ലിയില, കറി ലീവ്സ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പോഹ എന്ന് പറയും. വെജിറ്റബിൾസുകളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക, സബോള അതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കടായി എടുക്കുക, 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്യുക. ഒരു ചെറിയ ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു കപ്പ് കപ്പലണ്ടി പീനട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു നാടൻ മുളകാണ്, ഒരു 3-4 നാടൻ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സബോള ചോപ്പ് ചെയ്തിട്ടുള്ളത് അത് ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോണത് ക്യാരറ്റാണ്. ക്യാരറ്റ് നൈസായിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടാറ്റോ ആണ്. പിന്നെ പൊട്ടാറ്റോ വേറെ കുക്ക് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട, ഇതിൽ വെച്ചിട്ട് പൊട്ടാറ്റോയുടെ വേവ് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കറക്റ്റായി എന്നാണ്. പിന്നെ കരിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് ഇതിൽ ഞാൻ ഇടാനായിട്ട് സ്കിപ്പായി പോയി, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുക. ഇതാണ് ഫ്ലാറ്റ് ഹാൻഡ് റൈസ് പോഹ എന്ന് പറയണത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇതധികം കനം കുറഞ്ഞതും പാടില്ല, ഒരു മീഡിയം തിക്നെസ്സിലായിരിക്കണം. അത് പ്രത്യേകിച്ച് നോക്കി വാങ്ങിക്കണം. പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ, അതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് കോക്കനട്ട് ഗ്രേറ്റഡ് തേങ്ങ അരച്ചത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മല്ലിയില ആഡ് ചെയ്യുക. മല്ലിയില ഓപ്ഷണലാണ്, ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അടുത്തത് ഇനി നമ്മൾ എടുക്കാൻ പോണത് ഫ്ലാറ്റ് ഹാൻഡ് റൈസ് പോഹ, അവിൽ. അത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക വെള്ളത്തിൽ. ചെറുതായിട്ട് കുതിർന്നിട്ടുള്ളതായിരിക്കണം, വെട്ടായിരിക്കണം. അത് അധികം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കും, അത് നോക്കണം. വെറുതെ കഴുകിയെടുക്കുക വേണ്ടോ. അത് പിന്നെ ഇതിൽ മിക്സ് ചെയ്യുക. പിന്നെ ചെറുനാരങ്ങ വേണമെങ്കിൽ പിഴിയാം, ഇതിൽ കുറച്ച് ഒരു പകുതി. അതേപോലെ മുകളിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം, പഞ്ചസാര. അത് ഓപ്ഷണലാണ്, അതൊരു വേറെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്യുക. സബോള, മല്ലിയില, പച്ചമുളക് അങ്ങനെയൊക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഫാമിലിയോടൊപ്പം ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. Stay tuned for next videos. Support us. Thank you for watching and have a nice day.